What happens if you plug a pen drive into a power bank? Will it explode? Let's check it out. ഓക്കെ, അത് ടെസ്റ്റ് ചെയ്യാണ്ട് എൻ്റെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ സോക്കറ്റിലും കുത്തി കാണിച്ചു തരാൻ സംഗതി. ഇപ്പോൾ എൻ്റെ ഒരു പെൻ ഡ്രൈവ് ഉണ്ട്, 16 GB പെൻ ഡ്രൈവാണ്. ഓക്കെ, അപ്പോൾ ഇത് വർക്കിംഗ് ആണോ എന്ന് മിക്കവർക്കും ഡൗട്ട് ഉണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇത് പ്രോപ്പർലി വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് എൻ്റെ ഡേറ്റാസ് ഉൾപ്പെടെയുണ്ട്. എൻ്റെ ഒരു വീഡിയോയും കുറച്ച് ഫോട്ടോസും ഈ ഒരു പെൻ ഡ്രൈവിൽ കിടപ്പുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇത് പെൻ ഡ്രൈവ് ഊരിയിട്ട് പവർ ബാങ്കിൽ കുത്തി കാണിച്ചു തരാം. ജസ്റ്റ് നമുക്ക് കണ്ടാണോ, പെൻ ഡ്രൈവ് ഊരിയിട്ട് ജസ്റ്റ് പവർ ബാങ്കിൽ കുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും പവർ ബാങ്ക് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഇങ്ങനെ കുത്തി വെച്ച് കുറച്ച് നേരം വെച്ചാൽ പോലും പെൻ ഡ്രൈവിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ജസ്റ്റ് ഒരു 5 വോൾട്ട് കറണ്ട് പെൻ ഡ്രൈവിലോട്ട് കയറുന്നല്ലാതെ അതിനകത്തുള്ള ഡേറ്റാസോ കാര്യങ്ങളോ സർക്യൂട്ടിനോ ഒന്നും ഒരു കംപ്ലയിൻറ്റ് വരാൻ പോകുന്നില്ല. അതിനുള്ള പ്രൂഫ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് പെൻ ഡ്രൈവ് ഊരി ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ പെൻ ഡ്രൈവ് ഊരുവാണ് പവർ ബാങ്കിൽ നിന്ന്. ഊരിയിട്ട് നമുക്കിനി ലാപ്ടോപ്പിൽ നോക്കി ഇതിൻ്റെ ഡേറ്റാസിന് വല്ലതും പറ്റിയിട്ടുണ്ടോ നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തുള്ള ഫോട്ടോസിനോ വീഡിയോസിനോ ഡേറ്റാസിനോ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. ഇവിടെ സംഭവിച്ചെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഗതി നമ്മുടെ പവർ ബാങ്കിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മിനിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വാട്ട്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ USB പോർട്ടിലും ഡെസ്ക്ടോപ്പ് ആയാൽ പോലും USB പോർട്ടിൽ വരുന്ന സെയിം 5 വാൾട്ട് തന്നെയാണ്. ഇവിടെ ആകെ ഒരു കുറവ് എന്ന് പറയുന്നത് ഒരു ഹോസ്റ്റിൻ്റെ കുറവ് മാത്രമാണ് ഈ പവർ ബാങ്കും പെൻഡ്രൈവിൻ്റെ കേസിൽ വരുന്നത്. ദാറ്റ് മീൻസ് പെൻഡ്രൈവിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ഹോസ്റ്റ് വേണം. ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ഹോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പെൻഡ്രൈവിനകത്തുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു കുറവ് മാത്രമേ ഈ ഒരു കേസിൽ വരുന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചില പെൻഡ്രൈവിൻ്റെ ബാക്കിൽ LED ഇൻഡിക്കേറ്റേഴ്സ് വരാറുണ്ട്. ദാറ്റ് മീൻസ് പെൻഡ്രൈവ് വർക്കിംഗ് ആണെന്ന് അറിയാനായിട്ട് ചില റെഡ് കളർ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുക്കാറുണ്ട്. ഈ പെൻഡ്രൈവ് പവർ ബാങ്കിൻ്റെ കേസിലൊക്കെ ജസ്റ്റ് ആ LED ഇൻഡിക്കേറ്റർ കത്തി നിൽക്കുമെന്നല്ലാതെ വളരെ യൂസ്ലെസ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. കാരണം ഒരാൾക്കും പെൻ ഡ്രൈവ് പവർ ബാങ്ക് കുത്തേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ പവർ ബാങ്കിലോ നമ്മുടെ USB ചാർജേഴ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്നത്, അതിൽ കുത്തിയോ വല്ലതും പറ്റിപ്പോകുമോ എന്ന് പേടിയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. സോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.